കേരളത്തിലെ ഒരു ആദിവാസി ഗോത്രമാണ് മുതുവാൻ അഥവാ മുതുവാന്മാർ. ഇവരുടെ മുൻഗാമികൾ മധുരാജാവിൻ്റെ ആശ്രിതരായിരുന്നു എന്നും ശ്രീരാമൻ്റെയും സീതയുടെയും തോഴന്മാരായിരുന്നു എന്നും ഇവർ വിശ്വസിക്കുന്നു. വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന സമൂഹമാണ് മുതുവാൻ. ഏറെ നേരത്തെ നിരീക്ഷണങ്ങൾക്ക് ശേഷമേ മുതുവാന്മാർ പുറത്തു നിന്നുള്ളവരുമായി അടുക്കുകയുള്ളൂ. കേരളത്തിലെ തൃശൂർ ജില്ലയിൽ മുകുന്ദപുരം താലൂക്കിൽ ആതിരപ്പള്ളി പഞ്ചായത്തിൽ അടിച്ചിത്തോട്ടി എന്ന കൂടിയുണ്ട്. മലയാളത്തിലുള്ള മുതുക് അഥവാ പുറം എന്ന പദത്തിൽ നിന്നാണ് മുതുവാൻ ഉണ്ടായത്. ഇവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ തങ്ങളുടെ മുതുകത്ത് തുണിയിൽ കെട്ടി കൊണ്ടു നടക്കുന്നതിനാലാണ് മുതുവാൻ എന്ന് പേര് വന്നതെന്ന് ചിലർ കരുതുന്നു. ആദിവാസി കാലത്ത് മല കയറിയത് കുഞ്ഞുങ്ങളെയും വിലപ്പെട്ട സാധനങ്ങളും മുതുകിലേന്തിയായിരുന്നു. ആ ശീലം ഇന്നും തുടരുന്നു. ഇഷ്ടദേവതയായ മധു മീനാക്ഷിയുടെ വിഗ്രഹം മുതുകിലേറ്റിയാണ് ഇവർ കാട് കയറിയതെന്ന ഐതിഹ്യം പേരിന് പിന്നിലുണ്ട്. 2 മുറിയുള്ളതും ഏകദേശം ഒരേ വലുപ്പമുള്ളതുമായ വീടുകളാണ് മുതുവാന്മാർ പണിയുന്നത്. കാറ്റടിച്ച് വീട് തകരാതിരിക്കാൻ കാറ്റുപട്ട എന്ന പേരിൽ മറച്ചുകെട്ടൽ എല്ലാ വീടുകൾക്കും ഉണ്ടാകും. 10-30 വീടുകൾ ചേർന്ന പ്രദേശത്തിന് കുടി എന്നും പറയും. ഇങ്ങനെ ചില കുടികൾ ചേർന്നതാണ് അവരുടെ ആവാസ കേന്ദ്രങ്ങൾ. ഒരു കുലത്തിൽ സാധാരണയായി ഒന്നിലധികം സമൂഹങ്ങൾ അല്ലെങ്കിൽ ഗോത്രങ്ങൾ ഉണ്ടായിരിക്കും. മുതുവാന്മാർക്കിടയിൽ മേലാക്കൂട്ടം, കാനക്കൂട്ടം, പൂതാനിക്കൂട്ടം, കനയാതുകൂട്ടം, എല്ലിക്കൂട്ടം എന്നിങ്ങനെയുള്ള ഗോത്രങ്ങളാണുള്ളത്. ഇതിലേറ്റവും പ്രധാനമായ ഗോത്രം മേലാക്കൂട്ടമാണ്. മേലാക്കൂട്ടത്തിലെ തലവന്മാരാണ് മുതുവാന്മാരുടെ പൊതുവിലുള്ള തലവന്മാർ. കേരളത്തിലെ ആദിവാസി ഗോത്ര സമുദായങ്ങളിൽ സ്ത്രീ പുരുഷ അനുപാതം ദേശീയ ശരാശരിയേക്കാൾ കുറവുള്ള ഏക വർഗക്കാർ ഇവരാണ്. മുതുവാന്മാർ സ്വസമുദായത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാറുള്ളൂ. ഈ നിയമം ലംഘിക്കുന്നവരെ സമുദായത്തിൽ നിന്ന് പുറന്തള്ളുന്നു. പ്രായപൂർത്തിയായ സ്ത്രീയെ പുരുഷൻ സ്പർശിക്കരുതെന്നാണ് നിയമം. തൊട്ടാൽ അയാൾ വിവാഹം കഴിക്കാൻ നിർബന്ധിതനായിത്തീരുന്നു. ബാല്യദശ കഴിഞ്ഞാൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തന്താങ്ങൾക്കായി തീർത്ത ചാവടികളിൽ വേണം അന്തി ഉറങ്ങാൻ. ആൺകുട്ടികളുടെ ചാവടികളിൽ മുതിർന്ന കുട്ടികളായിരിക്കും നേതാവ്. മറ്റുള്ളവരെ ശിക്ഷിക്കാനും ശാസിക്കാനും ഇവർക്ക് അധികാരമുണ്ട്. വിവാഹത്തോടെ ചാവടി ജീവിതം അവസാനിക്കുന്നു. വിവാഹത്തലേന്ന് ചാവടിയോട് ഗാനരൂപത്തിലാണ് വിട ചൊല്ലേണ്ടത്. മുതുവാന്മാർ മലദൈവങ്ങളെയാണ് ആരാധിക്കുന്നത്. മധുര മീനാക്ഷിയെയും മരിച്ചുപോയവരുടെ ആത്മാക്കളെയും ആരാധിക്കുന്നു. മാരിയമ്മൻ പൂജയും ഇവർക്കിടയിൽ പ്രധാനമാണ്. എല്ലാ കുടികളിലും ഓരോ കോവിൽ ഉണ്ടായിരിക്കും. വിശേഷ ദിവസങ്ങളിൽ അവിടെ പൂജയും ഒരുക്കും. പൊങ്കൽ, കോഴിക്കുരുതി, വഴിപാടുകൾ എന്നിവ ഉൾപ്പെടുന്ന ചാമിയൂട്ട് എന്ന ഉത്സവമാണ് ഏറ്റവും വിശേഷപ്പെട്ട ആഘോഷം. ഈ ഉത്സവം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കും. അടുത്ത കാലത്തായി ശിവരാത്രിയും ആഘോഷിക്കുന്നുണ്ട്. തമിഴും പ്രാകൃതവും കലർന്ന ഭാഷയാണ് മുതുവാന്മാർ സംസാരിക്കുന്നത്. ഇതിന് ലിപിയില്ല. കൃഷിയും വനവിഭവങ്ങളുമാണ് മുതുവാന്മാരുടെ പ്രധാന തൊഴിൽ. തേൻ, തെള്ളി, കാട്ടുനെല്ലി, ചൂരൽ എന്നിവയാണ് പ്രധാനമായും കാട്ടിൽ നിന്ന് ശേഖരിക്കുക. പുരുഷന്മാർ തേയിലത്തോട്ടങ്ങളിലും വനം വകുപ്പിലും ജോലിക്ക് പോകുന്നുണ്ട്. വിറകു ശേഖരണവും ഈറ്റവേലയും ഗൃഹഭരണവുമാണ് മുതുവാൻ സ്ത്രീകളുടെ ജോലികൾ. വേട്ടയാടാനും മീൻപിടുത്തവും ഇവർ നടത്താറുണ്ട്. ഇതിനായി അമ്പും വില്ലും, തെറ്റാലി, കെണി എന്നിവ ഇവർ ഉപയോഗിക്കുന്നു. പുരുഷന്മാരും സ്ത്രീകൾക്കും മിക്കവാറും സമയങ്ങളിൽ മുതുകളിൽ മാറാപ്പും കയ്യിൽ വാക്കത്തിയും ഏന്തിയാണ് സഞ്ചാരം. മാറാപ്പിലാണ് കൊച്ചുകുട്ടികളെ സൂക്ഷിക്കുന്നത്. മറ്റുള്ള ഗോത്രവർഗക്കാരെ അപേക്ഷിച്ച് കൂടുതൽ കായിക ശേഷിയുള്ളവരാണ് മുതുവാന്മാർ. കാട്ടിലൂടെയുള്ള തേടലിൽ ഇവർ വിദഗ്ധരായതിനാൽ വനം വകുപ്പ് ഇവരെ വന്യജീവി വേട്ടക്കാരെ കണ്ടുപിടിക്കാൻ ഉപയോഗപ്പെടുത്താറുണ്ട്. നല്ലപോലെ ആഹാരം കഴിക്കുന്ന ശീലമുള്ളവരാണിവർ. അരി വേവിച്ച് വെള്ളം ഊറ്റിക്കളയാതെയാണ് ചോറ് കഴിക്കുന്നത്. റാഗി വേവിച്ച്
എന്ന പേരിലുള്ള ആഹാരം ഉണ്ടാക്കുന്നു. കാട്ടിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേകം കിഴങ്ങുകളും തേനും ഇവർക്ക് ഭോജനങ്ങളാണ്. കൂവ, നൂറാൻ തുടങ്ങിയ കിഴങ്ങുകൾ ഇവർക്ക് പഥ്യമാണ്. ലഹരി വസ്തുക്കളും കഞ്ചാവും കൂന്തപ്പനയുടെ കള്ളും ഉപയോഗിക്കുന്നു. ചുട്ടുപഴുപ്പിച്ച പാറപ്പുറത്ത് വെച്ച് ഭക്ഷണസാധനങ്ങൾ വേവിച്ചു തിന്നുന്ന രീതിയും ഇവർക്കുണ്ടായിരുന്നു. കാള, പോത്ത് എന്നിവയുടെ മാംസം ഇവർ ഭക്ഷിക്കാറില്ല. കുടികളിലെ പ്രവർത്തനങ്ങൾക്ക് മൂട്ടുകാണി എന്ന മൂപ്പനാണ് നേതൃത്വം. കാണിക്കാരൻ, കാണിയപ്പൻ എന്നും ഇയാളെ അറിയപ്പെടുന്നു. കുടിയിലെ സർവ്വ അധികാരവും ഇയാൾക്കായിരിക്കും. കുടിയിലെ മുതിർന്നവരുമായി കൂടിയാലോചിച്ചേ ഇയാൾ നിയമങ്ങൾ നടപ്പിലാക്കാറുള്ളൂ. കാണിയുടെ തീരുമാനങ്ങൾ അനുസരിക്കാത്തവരെ ശിക്ഷിക്കാനും കാണിക്ക് അധികാരമുണ്ട്. കാണി കഴിഞ്ഞാൽ പൂജാരിക്കും മന്ത്രവാദിക്കുമാണ് സമൂഹത്തിൽ പിന്നീടുള്ള സ്ഥാനങ്ങൾ. മന്ത്രവാദി തന്നെ സാധാരണ വൈദ്യനായും പ്രവർത്തിക്കുന്നു. അമ്മാവന്റെ മക്കളെയാണ് സാധാരണ മുതുവാന്മാർ വിവാഹം ചെയ്യുക. വിവാഹപ്രായമായാൽ രണ്ടുപേരെയും വീട്ടുകാർ കൂടിയിരുന്നാണ് വിവാഹ നിശ്ചയം. അന്ന് തന്നെ ദിവസവും നിശ്ചയിക്കും. ജ്യേഷ്ഠന്റെ വിധവയെ വിവാഹം ചെയ്യുവാൻ മുതുവാൻ സമൂഹക്കാരിൽ ഈ അടുത്ത കാലം വരെ അനുവർത്തിച്ചിരുന്ന ഒരു സമ്പ്രദായമാണ്. ജ്യേഷ്ഠൻ കുട്ടികളില്ലാതെ മരിക്കുകയും അനുജൻ വിവാഹിതനുമാണെങ്കിൽ ജ്യേഷ്ഠന്റെ വിധവയെ വിവാഹം കഴിക്കുക എന്നത് ഒരു നിയമമെന്നോണം അനുഷ്ഠിച്ചിരുന്നു. കൂത്താണ് മുതുവാന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കലാരൂപം. കൂത്ത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ വേദി ഉണ്ടാക്കും. കൂത്ത് സമയത്ത് ആണും പെണ്ണും ഒരുമിച്ച് കളിക്കാറില്ല. രണ്ടുപേരും വേദിയിൽ രണ്ട് സ്ഥലത്തായി നിന്ന് കളിക്കും. വേദിയുടെ ഒരു ഭാഗത്തായി ആഴി കൂട്ടിയിരിക്കും. വാദ്യോപകരണങ്ങൾ ഇവർ സ്വയം നിർമ്മിക്കുകയാണ്. ചെണ്ട, പീക്കി, ഉരുമി, കുഴല് എന്നീ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നു. ഇവയുടെ താളത്തിനൊത്ത് ചുവട് വയ്ക്കുകയാണ് കൂത്തിൽ ചെയ്യുന്നത്. മുതുവാ കൂത്തിൽ പാട്ട് പാടാറില്ല, താളമേ ഉണ്ടാകൂ. ഇന്ന് പലരും പാടിക്കൂത്ത് നടത്താറുണ്ട്. മുതുവാന്മാർ പൊതുവെ ആശുപത്രികളിൽ പോവാറില്ല. പരമ്പരാഗതമായ വൈദ്യത്തിലാണ് ഇവർ വിശ്വസിക്കുന്നത്. പരമ്പരാഗത മരുന്നുകൾ ഇവർക്ക് വളരെ ഫലപ്രദമാണ്. ഈ മരുന്നുകൾ തലമുറയിലേക്ക് വായ്മൊഴിയായി പകർന്നു കൊടുക്കുന്നു. കുടുംബാസൂത്രണത്തിന് ഇവർ അവരുടേതായിട്ടുള്ള മരുന്നുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി 4ാം തരം വരെ അവർക്ക് വിദ്യാലയമുണ്ട്. അതിൽ ഒരധ്യാപകനേ ഉള്ളൂ. 4ാം തരത്തിന് മുകളിൽ പഠനത്തിനായി അവരെ ട്രൈബൽ ഹോസ്റ്റലുകളിലേക്കാണ് അയക്കുന്നത്. കൂടുതൽ വിദ്യാർത്ഥികളും സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരായതിനാൽ ഒരിക്കൽ ഹോസ്റ്റലുകളിലേക്ക് പോയി തിരിച്ചു വന്ന ശേഷം വീണ്ടും ഹോസ്റ്റലുകളിലേക്കായി പഠനത്തിന് പോകുന്നത് വിരളമാണ്.